പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം സച്ചിദാനന്തഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ആയുർവേദത്തിന്റെ ചില സിദ്ധാന്തങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി. അതില് ചികിത്സാ ശാസ്ത്രത്തിന്റെ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ആയുർവേദം അതിന്റെ ഹേതുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു വരവേ രണ്ടായി പിരിയുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയതെന്നാണ് എന്റെ ഓർമ്മ. എന്നല്ലേ? അതല്ല, എന്റെ കൂടെ പറഞ്ഞതാ. അതില് പ്രധാനപ്പെട്ട ഒന്ന് സ്വസ്ഥ ചികിത്സ, ശമന ചികിത്സ, അല്ലെങ്കിൽ ആതുര ചികിത്സ. സ്വസ്ഥ ചികിത്സ എന്നല്ല പറയുക, സ്വസ്ഥവൃത്തം. സ്വസ്ഥന്മാർ രണ്ടു തരക്കാരാണെന്നാണ് ആയുർവേദം പറയുക. ഒന്ന് യാദൃച്ഛികൻ, പരിപാലിതൻ. പൗരാണിക സ്വാസ്ഥ്യം നിലനിൽക്കുന്നതായി കണ്ടുപോന്നിട്ടുണ്ട്. ഇത് പറഞ്ഞാണെന്ന് എനിക്ക് ഇല്ല, പറഞ്ഞില്ല പറഞ്ഞൊന്നൊരു ശങ്ക, അതുകൊണ്ടാണ്. അപ്പം ആയുർവേദത്തില് സ്വാസ്ഥ്യം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വിപുലമായ ഒരു ആശയമാണ് ഉൾക്കൊള്ളുന്നത്. ആരോഗ്യത്തിന്റെ നിർവചനം തന്നെ ആയുർവേദത്തില് വളരെ വിപുലമാണ്. ആരോഗ്യമെന്ന് പറയുമ്പോൾ രോഗങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, മനസ്സും ശരീരവുമെല്ലാം സമഞ്ജസമായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോ തന്റെ ചുറ്റുപാടുകളോട് ഇടപഴകുമ്പോൾ ആ ചുറ്റുപാടുകളൊന്നും യാതൊരാളില് ആന്തോളനങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നു, അയാളാണ് സുസ്വസ്ഥൻ. മാത്രമല്ല, സ്വാസ്ഥ്യത്തിന് വളരെ വിപുലമായ പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ ചികിത്സ എന്ന നിലയിൽ രോഗം വരുമ്പോൾ മാത്രമാണ് മനുഷ്യൻ ചികിത്സാശാസ്ത്രങ്ങളെ സമീപിക്കുന്നത്. ആയുർവേദം അങ്ങനെ ആയിരുന്നില്ല. രോഗം വരുന്നതിന് വളരെ മുമ്പേ പഠിച്ചിരിക്കേണ്ടതാണ് സ്വാസ്ഥ്യത്തെക്കുറിച്ച്. അതുമാത്രമേ വൈയക്തികവും സാമൂഹികവുമായ ആരോഗ്യം തരൂ. ഒരു സമൂഹവും അതേപോലെ വ്യക്തിയും ആരോഗ്യത്തെപ്പറ്റി അറിയണം. ആരോഗ്യത്തിന്റെ അടിസ്ഥാന തന്തു വ്യക്തിയായതുകൊണ്ട് ഒന്ന് അയാളെക്കുറിച്ച് അയാൾ അറിഞ്ഞിരിക്കണം. രണ്ട്, അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും അയാൾ അറിഞ്ഞിരിക്കണം. കാരണം ചുറ്റുപാടുകളും അയാളും ചേരുന്നതാണ് ജീവിതം. ഈ ഒരു തലത്തിൽ കാലം, ദേശം, വ്യക്തി, ഭിന്ന ഭിന്നങ്ങളായ അഭിരുചികൾ, ഇവയെക്കുറിച്ചൊക്കെ വിപുലമായി പഠിക്കേണ്ടി വരും. അതിലെല്ലാം ഉപരി ഒരുവന്റെ ആരോഗ്യത്തിന്റെ ആധാരമായ ദിനചര്യയെക്കുറിച്ചും ഋതുചര്യയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും അയാൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ സ്വസ്ഥ ജീവിതത്തിന്, സ്വാസ്ഥ്യത്തിന് ഒന്നാം ഭാഗം ധർമ്മവും അർത്ഥവും സുഖവുമാണ്. ശാസ്ത്രം അതിന്റെ ആധാരത്തിൽ മനുഷ്യജീവിതത്തെ കുറിക്കുമ്പോൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന് പുരുഷാർത്ഥത്തെ പറയും. ആയുർവേദം അതിനെ ധർമ്മം, അർത്ഥം, സുഖം, കാമം കാ, സുഖം, ആമ പച്ച, പച്ചയായ സുഖം എന്ന് കാമശബ്ദത്തിനർത്ഥം. സംസ്കൃത ശബ്ദത്തിൽ കാമം എന്ന് പറഞ്ഞാൽ സുഖം എന്ന് മാത്രമാണ്. വെറും പച്ചയായ സുഖം, ലൗകിക ജീവിതത്തിലെ സുഖങ്ങൾ, അവയ്ക്കാണ് ദൃഷ്ടനഷ്ടങ്ങളായ സുഖങ്ങൾക്കാണ് പറയുന്നത്. ഇവിടെ കുറച്ചുകൂടെ ഉയർന്ന മാനദണ്ഡത്തിൽ ജീവിതത്തിന്റെ ഉദ്ദേശ്യം തന്നെ ഇതാണ്. അതിൽ ധർമ്മം ഇതിന്റെ ആധാരശിലയാണ്. ആദ്യം ഒരുവൻ ഇതെല്ലാം പഠിക്കുന്നത് എന്തിനാണ് എന്ന് അന്വേഷിച്ചാൽ തന്നെ ബോധ്യമാകുന്നുണ്ട്. സംതൃപ്തിക്കും സുഖത്തിനുമാണ് ഈ ജീവിതം. അതാ എല്ലാവരും തേടുന്നത്. ഏതൊന്നാണോ ഇതിന്റെ ആധാരം, എന്താണോ ഇവനെ ധരിക്കുന്നത്, ധർമ്മോ ധാരയതി പ്രജാഹ, പ്രജയെ ധരിക്കുന്നതെന്തോ അത് ധർമ്മം. യഥാ അഭ്യുദയ നിശ്രേയസ സിദ്ധി സാ ധർമ്മ. ജൈമിനി. ഏതിൽ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാകുന്നുവോ അതാണ് ധർമ്മം. അങ്ങനെയാണെങ്കിൽ വ്യക്തിയുടെ അഭ്യുദയവും നിശ്രേയസവും സമാജത്തിന്റെ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ഒരിക്കലും എതിരാവില്ല. സമാജത്തിന്റെ അഭ്യുദയവും നിശ്രേയസവും വ്യക്തിയുടെ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും തടസ്സമാവില്ല. ഒന്നുകൂടി, ധർമ്മം, അർത്ഥം, സുഖം എന്ന് മൂന്നെണ്ണത്തിൽ ഏതിലെങ്കിലും ഒന്നിന് ദോഷം വരുന്നത് യാതൊന്നും ചെയ്തുകൂടാ എന്നുള്ളതാണ് ആരോഗ്യശാസ്ത്രത്തിന്റെ ആദ്യ പാഠം. ഏതെങ്കിലും ഒരു കർമ്മം, ഏതെങ്കിലും ഒരു വിചാരം, ഏതെങ്കിലും ഒരു സ്പർശനം, ഏതെങ്കിലും ഒരു ദർശനം, ഏതെങ്കിലും ഒരു രസം, ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങൾ ഏതെങ്കിലും ധർമ്മത്തിന് വിരുദ്ധമായാൽ ആരോഗ്യം പോകും. അർത്ഥത്തിന് വിരുദ്ധമായാലും ആരോഗ്യം പോകും. സുഖത്തിന് വിരുദ്ധമായാലും ആരോഗ്യം പോകും. ഒന്നിനല്ല, ഏതെങ്കിലും ഒന്നിന്. ഇതിന്റെ സാമഞ്ജസ്യത്തിലാണ് ആരോഗ്യം ഇരിക്കുന്നത്. അതിനവർ ധർമാർത്ഥകാമങ്ങളെ വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ധർമ്മം അഭ്യുദയവും നിശ്രേയസവുമാണെന്ന് നാം പറഞ്ഞു. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമാണ് സ്വസ്ഥന്റെ ആധാരസ്തംഭങ്ങൾ. ആരോഗ്യത്തിന്റെ വലിയ കെട്ടിടം ഈ 4 സ്തംഭങ്ങളിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഇത് വളരെ ചെറുപ്പത്തിൽ പഠിക്കണം. എന്റെ ആരോഗ്യം ഈ 4 എണ്ണത്തിലാണ്. എന്ത് നാം നേടിയെടുക്കുന്നുവോ ആ അനുഭവം സുഖവും, എന്ത്
നേടുന്നതിനായി പ്രയത്നിക്കുന്നുവോ അത് ധനവുമാണ്. നമ്മള് ധർമാർത്ഥകാമങ്ങളെ പഠിച്ച ദിശയിലല്ല ആയുർവേദാചാര്യന്മാർ കൊണ്ടുപോകുന്നത്. നേടുവാനുള്ള പ്രയത്നം ധനം, നേട്ടം സുഖം, നേടിക്കഴിഞ്ഞ് മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തമാകുന്നത് മോക്ഷം, നേടുന്നതിന് പര്യാപ്തങ്ങളായ നിയമസംഹിതകൾ അടങ്ങുന്ന ഭാഗം ധർമ്മം. അപ്പൊ ധർമ്മത്തെ അവലംബിച്ച് ശരീരേന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ പ്രയത്നിപ്പിച്ച് സുഖത്തെ നേടണം. ഇതിലൊന്നിനു പോലും കോട്ടവും വരരുത്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞാൻ നേടിയത് മാത്രമേ ഞാൻ അനുഭവിക്കൂ എന്ന് പറയാൻ മനുഷ്യന് ആദ്യമായി തന്നെ പറ്റില്ല. കാരണം മറ്റു ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യന് വളരെ കാലം പരാശ്രയം വേണം. തന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം തന്റെ തന്നെ നിയന്ത്രണത്തിന് വിധേയമാകുമ്പോൾ പരാശ്രയം തീരും. അതുവരെ വ്യക്തി പരാശ്രയത്തിലാണ്. മനുഷ്യ ശിശു നല്ല തിരിച്ചറിവ് വരുന്നതുവരെ പരാശ്രയത്തിലാണ്. ബാക്കി ജീവികളൊക്കെ മനുഷ്യനേക്കാൾ വേഗത്തിൽ സ്വതന്ത്രമാവും. മറ്റ് ജീവികൾക്കൊക്കെ പരാശ്രയത്വം പരിമിത പരിമാണത്തിൽ മതി, മനുഷ്യ ശിശുവിന് പോരാ. അതുകൊണ്ട് വ്യക്തിയുടെ ആരോഗ്യം അവനെ മാത്രം ആശ്രയിക്കാതെ കുടുംബത്തെ ആശ്രയിക്കുന്നു. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സമാജത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് വ്യക്തി ആരോഗ്യവാനാകണമെങ്കിൽ സമാജ ശരീരം തന്നെ ആരോഗ്യമുള്ളതാവേണ്ടിയിരിക്കുന്നു എന്ന് ആയുർവേദം. ഇതിന് വളരെ വളരെ വിപുലമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തേണ്ടി വരും. ഇത് പറയുമ്പോ വ്യക്തിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ നേടിയത് മാത്രമേ ഞാൻ അനുഭവിക്കൂ എന്നതിനപ്പുറം എന്റെ അനുഭവങ്ങൾക്ക് വിധേയങ്ങളാകുന്നവ അതിന്റെ മൂല്യസ്രോതസ്സിൽ എന്റെ പ്രയത്നമുള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കണം. ഒന്ന്. രണ്ട്, അവ അനുഭവിക്കുന്നതിനും അവയെ രൂപപ്പെടുത്തുന്നതിലും ഞാൻ തന്നെ എന്റെ മേൽ ശക്തവും സുദൃഢവുമായ ഒരു ധർമ്മസംഹിത രൂപപ്പെടുത്തണം. മറ്റൊരാൾ ഏൽപ്പിക്കുന്ന ഒരു നിയമത്തിനുള്ളിൽ ആരും അനുസരിച്ചു പോവില്ല. മാത്രവുമല്ല, മറ്റൊരാൾ രൂപപ്പെടുത്തി തരുന്ന നിയമങ്ങളെ അനുസരിക്കുമ്പോൾ അവയിലെ അത്യന്താപേക്ഷിതങ്ങളായ അംശങ്ങളെ മാറ്റിവെച്ച്
അനാവശ്യങ്ങളായ അംശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഞാൻ രൂപപ്പെടുത്തും. അതിലുപരി അത്യന്താപേക്ഷിതങ്ങളായ അംശങ്ങളെ മാറ്റുമ്പോൾ മാറ്റിയതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു അവബോധമില്ലാതെ എനിക്ക് വന്നു ചേർന്ന ച്യുതിക്ക് മുഴുവൻ കാരണം ആ ധർമ്മസംഹിതയാണെന്ന് ഞാൻ പറയുകയും ചെയ്യും. ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ അറിവ് നേടി സ്വയം നിർദ്ദിഷ്ടമായ ഒരു പന്ഥാവ് രൂപപ്പെടുത്തണം. ഇവിടെയാണ് സ്വസ്ഥന്റെ കാര്യം പറയുമ്പോൾ സ്വതന്ത്രനായവന് മാത്രമേ സ്വസ്ഥനായിരിക്കാൻ കഴിയൂ. ഒരുവനെ സ്വതന്ത്രനാക്കാതിരിക്കുന്നത് പാരതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് ചുറ്റുപാടുകളല്ല, അവന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാമാണ്. അതിന്റെ ഉപവിഭാഗങ്ങളെല്ലാം. ഒരുവൻ സ്വതന്ത്രനായിരിക്കുന്നത് അവന്റെ ജാതിക്കാർ ഭരിച്ചിട്ടല്ല, അവന്റെ മതക്കാർ ഭരിച്ചിട്ടുമല്ല, അവന്റെ രാജ്യത്ത് തന്നെ ജനിച്ചവർ ഭരിച്ചോ ഭരിച്ചില്ലയോ എന്ന് നോക്കിയുമല്ല. ഒരുവൻ സ്വതന്ത്രനാകുന്നത് അവന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെ അവൻ പിടിക്കുന്ന വഴിയേ പോകുന്നുവോ അവയുടെ വഴിയേ അവൻ പോകുന്നുവോ എന്നാലോചിച്ചിട്ടാണ്. മനസ്സിലാവുമെന്നറിയില്ല. അപ്പോ എന്റെ ഇന്ദ്രിയങ്ങൾ, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി എല്ലാം ഞാനുണ്ടാക്കിയ എന്റെ ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങളെ അനുസരിച്ച് മര്യാദയോടുകൂടി സമരസപ്പെട്ട് എന്റെ വളർച്ചയ്ക്കുതകുമാർ അവയെ സാമഞ്ജസ്യമാക്കി വെച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ ഞാൻ സ്വതന്ത്രനാണ്. എന്റെ വളർച്ചയ്ക്കും എന്റെ വികാസത്തിനും ഞാനും സമാജവുമായി ഇടപഴകുമ്പോഴുള്ള സുതാര്യതയ്ക്കും പറ്റാത്ത വിധത്തിൽ എന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം പെരുമാറുമ്പോൾ ഞാൻ പാരതന്ത്ര്യമുള്ളവനാണ്, അസ്വതന്ത്രനാണ്. ഇതാണ് ആയുർവേദം കാണുന്ന സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും. അസ്വാതന്ത്ര്യത്തിലാണ് അസുഖങ്ങളിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിലാണ് സ്വാസ്ഥ്യമിരിക്കുന്നത്. അത് നന്നായി മനസ്സിലായോ എന്നറിയില്ല. വിശദമായി ഞാൻ പറഞ്ഞു, നന്നായി മനസ്സിലായോ എന്നറിയില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലായെന്നും മനസ്സിലായില്ലെന്നും പറയാം. ക്ലിയറായി? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഒരുവൻ അവന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ അവന്റെ ചൊൽപ്പടിയിൽ നിർത്തി സ്വതന്ത്രനായി സ്വാസ്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അത് തുടരേണ്ടി വരും. ഒരിക്കലും ഈ ബോധം കിട്ടി, പാരതന്ത്ര്യത്തിൽ നിന്ന് അവൻ മുക്തനായി. ഈ വിദ്യാഭ്യാസം ചെറുപ്പത്തിലേ കിട്ടി. എങ്ങനെ കിട്ടും എന്നുള്ളത് പ്രശ്നമല്ല, കിട്ടിയാൽ മതി. അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടുപിടിക്കാം, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിക്കാം. സ്വയം ആരോഗ്യം വേണമെന്നുള്ള ശക്തമായ അഭിനിവേശം കൊണ്ട് സ്വയം കണ്ടുപിടിക്കാം. എങ്ങനെയായാലും കിട്ടിയാൽ മതി. എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യമില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാസ്ഥ്യം തുടർന്ന് നിലനിൽക്കണം. അത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടാതിരിക്കണം.
അതിനയാൾ രൂപപ്പെടുത്തിയ നിയമസംഹിതകളുടെ ഒരേടാണ് നാം സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത്. അതിന്റെ ആധാരശില ധർമാർത്ഥകാമമോക്ഷങ്ങളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഭാരതീയ ചിന്തയുടെ തന്നെ അടിസ്ഥാനം അതാണ്, പുരുഷാർത്ഥങ്ങൾ എന്നാണ് പറയാം. രണ്ട് ദിശയിൽ അത് പഠിക്കാം. ഒന്ന്, ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ മനനം ചെയ്യുന്ന മനുഷ്യൻ എന്തിന് എന്ന് അവനോട് ചോദിക്കുന്നിടത്താണ് ധർമ്മം പ്രകടമാകുന്നത്. ജനിച്ചു, കൈ കിട്ടിയൊക്കെ തിന്നു, കാണുന്നിടത്തൊക്കെ കിടന്നു, ജീവിക്കുന്ന പോലൊക്കെ ജീവിച്ചു, ഏതൊക്കെയോ മഹാരോഗങ്ങളൊക്കെ വന്നു, എവിടെയോ കിടന്ന് മരിച്ചുപോയി. അവർക്ക് ഈ ചിന്ത വേണ്ട. ഒരു ദിവസം മരിക്കും, രോഗം വന്ന് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കുന്നവനെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൻ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഭീഷണിയാവും. രോഗം വരുന്നതുവരെയൊക്കെ തന്റെ ഇടം ഉണ്ടെങ്കിലും വന്നു കഴിയുമ്പോ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു കിടന്നത് രോഗമായി കഴിയുമ്പോ ചിലപ്പോൾ പ്രശ്നമാവും. നിലവിളിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞു തന്നതാണ്, ലോകത്ത് പണ്ട് എഴുതി വെച്ചതാണ്, നീ പഠിക്കാനായിട്ടാണെന്നൊന്നും പറഞ്ഞാൽ അതിന് തിരുത്താനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ അതിനെ അറിയണം എന്ന് തോന്നിയാൽ എന്താണ് ഈ ജീവിതത്തിന്റെ ആധാരം, എങ്ങനെയാണ് ഞാൻ ഉണ്ടായി വരുന്നത്, എങ്ങനെയാണ് എന്റെ ഇന്ദ്രിയങ്ങൾ, അവ രൂപപ്പെട്ടത് എങ്ങനെ, എന്തുകൊണ്ടാണ് ചെവി കൊണ്ട് കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും, ഏതൊന്നാണ് ചെവിക്ക് കേൾവിയായും കണ്ണിന് കാഴ്ചയായും വരുന്നത്, എങ്ങനെയുള്ള ആഹാരം കൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ സൗഭാഗ്യങ്ങൾ നിലനിർത്താം, എങ്ങനെയാണെങ്കിൽ അവ കുറയില്ല, ഇതെല്ലാം ധർമ്മം. അതിന്റെ വിശദമായ അറിവ്, അർത്ഥം. പണമല്ല. വാക്കിന്റെ അർത്ഥം ഇതാണെന്ന് പറയുന്ന പോലെ ധർമ്മത്തിന്റെ അർത്ഥം ആ വാക്കിന്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ പണം ഇതാണെന്നല്ലല്ലോ. ആ വാക്കിന്റെ മീനിങ്, അതിന്റെ ആശയം. അതുപോലെ ധർമ്മം, ഈ ജീവിതം എന്താണെന്ന ചോദ്യവും അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അടങ്ങുന്ന ധർമ്മത്തിന്റെ വിശദവും വിപുലവുമായ വ്യാഖ്യാനമേതോ അല്ലെ ഏറ്റവും അടുത്ത വ്യാഖ്യാനമേതോ അതർത്ഥം. അതെനിക്കറിയണം, അതെനിക്ക് സുഖം തരും എന്ന് വരുന്നത് കാമം. അതിന്റെ അനുഭൂതിയിലെത്തുമ്പോൾ ഇതരാനുഭൂതികൾ നിലച്ച് സ്വതന്ത്രനാകുന്നത് മോക്ഷം. ഇതാണ് ഇതിന്റെ ആധാരം, ഇതിന്റെ 4 സ്തംഭങ്ങൾ. ഇത് 4 അറിയണം. അപ്പൊ ശരീരമെന്ത്, മനസ്സെന്ത്, ബുദ്ധിയെന്ത്, അഹങ്കാരമെന്ത്, ചിത്തമെന്ത്, ഇന്ദ്രിയങ്ങളെന്ത്, അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ, അവ ആരോഗ്യശാസ്ത്രത്തിൽ വഹിക്കുന്ന പങ്കെന്ത്, അവയെക്കൊണ്ട് എങ്ങനെയൊക്കെ പണിയെടുപ്പിക്കണം, ഏതെല്ലാം നോക്കണം, ഏതെല്ലാം നോക്കരുത്, ഏതെല്ലാം കേൾക്കണം, ഏതെല്ലാം കേൾക്കരുത്, ഏതെല്ലാം തൊടണം, ഏതെല്ലാം തൊടരുത്, ഏതെല്ലാം നക്കണം, ഏതെല്ലാം നക്കരുത്, ഏതെല്ലാം സ്പർശിക്കണം, ഏതെല്ലാം അത് പറഞ്ഞു നേരത്തെ, ഏതെല്ലാം മണക്കണം, ഏതെല്ലാം മണക്കരുത്, ഏതെല്ലാം രസിക്കണം, ഏതെല്ലാം രസിക്കരുത്. ഇങ്ങനെ എല്ലാത്തിനും ആവാമെന്നും അരുതെന്നും പറയുന്ന 2 ലക്ഷണങ്ങളോടുകൂടി അറിവുണ്ടായി. വിധിയും നിഷേധവും എന്നതിന് പറയാം. വിധി നിഷേധരൂപമായ ആരുണ്ടാക്കി ഇങ്ങനെ ഒരു അറിവ്? ആരുണ്ടാക്കി? നമ്മൾ തന്നെ. അതേ പഠിക്കുള്ളൂ. നമ്മൾ തന്നെ തീരുമാനിച്ചു
ആ സാധനം എനിക്ക് പഥ്യമല്ല. എങ്ങനെ അതറിയും? യാദൃച്ഛികനായ സ്വസ്ഥന് ഇത് പെട്ടെന്നറിയാം. കാരണം അവൻ സ്വതന്ത്രനായതുകൊണ്ട് അവൻ പെട്ടെന്നറിയാം. മനുഷ്യന് മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾക്കും അറിയാം. നിങ്ങൾ വളർത്തുന്ന ജീവജാലങ്ങളെ മാറ്റി നിർത്തിയാൽ സ്വതന്ത്രമായി നടക്കുന്ന ജീവികളൊക്കെ ഈ തിരിച്ചറിവോടുകൂടിയാണ് ജീവിക്കുന്നത്. അവയെല്ലാം ഭക്ഷിക്കില്ല കൊടുക്കുന്നത്. നിങ്ങൾ വളർത്തിയാൽ തന്നെയും കുറെ കാലം കൊണ്ടല്ലാതെ അവ കഴിക്കില്ല. ചില പ്രത്യേക അവസരങ്ങളിൽ അവയുടെ നിത്യഭക്ഷണമല്ലാത്തവയും അവ കഴിക്കും. പട്ടി പുല്ല് തിന്നുന്ന ജീവിയല്ല. ചിലപ്പോൾ പട്ടി പുല്ല് തിന്നും. പൂച്ച പുല്ല് തിന്നുന്ന ജീവിയല്ല. ചിലപ്പോൾ പൂച്ച പുല്ല് തിന്നും. മാംസം കണ്ടാ തിന്നുന്ന ജീവിയാണ് പട്ടിയും പൂച്ചയൊക്കെ. ചില മാംസം അവ തിന്നില്ല. ചില സമയത്ത് മാംസം തിന്നില്ല. ചിലർ വിളിച്ചു കൊടുത്താൽ മാംസം തിന്നില്ല. ശരിയാണോ? ഒക്കെ ശരിയാണോ എന്ന് നോക്കണേ. എന്നല്ല കഴിക്കില്ല. വീടുകളിലൊക്കെ നോക്കിയാൽ മതി. കാർന്നൂര് കൊണ്ട് കൊടുത്തത് തിന്നുന്ന പട്ടി മോൻ കൊണ്ട് കൊടുത്തത് തിന്നുന്നില്ല. വേണേ തിന്ന്, ഞായർ വന്നാൽ മാത്രമേ നിന്നോളെ ഇങ്ങനെ നിന്നോ എന്ന് പറഞ്ഞ് തള്ളിയിട്ട് പോന്നാൽ അവൻ തിന്നില്ല. ആന കഴിക്കില്ല. അനുഭവമില്ല? ഇല്ല, അങ്ങനൊക്കെ ഇല്ലേ? കഴിക്കില്ല. ഞാൻ പരിചയമോ പരിചയക്കുറവെന്നോ ഒന്നും ഞാൻ അതിന് പദം പറഞ്ഞില്ല. അതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഞാൻ ചിലര് കൊടുത്താൽ കഴിക്കില്ലെന്നേ പറഞ്ഞു. പശുവിന് വെള്ളം കൊടുക്കുമ്പോ ചിലര് ആ വെള്ളം കലക്കി കൊടുക്കാൻ പോയിരുന്നാൽ പശു കുടിക്കില്ല. നീങ്ങി മാറി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റേയാൾ അടുക്ക വന്നിരിക്കുമ്പോഴേ പശു കുടിച്ചു തീർക്കും. അമ്മായിയമ്മയും മരുമകളും ആണെങ്കിൽ ചിലപ്പോൾ പറയും, നിന്നെ കണ്ടാൽ ആരാ വെള്ളം കുടിക്കുന്നത്, അതുകൊണ്ടാണ് കുടിക്കാത്തത്. പശുവിന് പോലും നിന്റെ സ്വഭാവം അറിയാം. തൊടുപുഴക്കാരിങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. പശു ഇല്ലായിരിക്കും ഇപ്പൊ അല്ലേ? അതാണ് കുഴപ്പം. അപ്പൊ ചിലര് കൊടുത്താൽ ഈ ജീവജാലങ്ങൾ കുടിക്കില്ല. ചില പാത്രങ്ങളിൽ അവ കുടിക്കില്ല. ചില സമയത്ത് കഴിക്കില്ല. ചില സ്ഥലത്താവുമ്പോ കഴിക്കില്ല. ചില ആളുകൾ കൊടുത്താൽ കഴിക്കില്ല. ചില പാത്രങ്ങളിൽ കഴിക്കില്ല. അപ്പൊ അവയ്ക്ക് അറിയാം തങ്ങളുടെ ആരോഗ്യത്തിന്, തങ്ങളുടെ സുതാര്യമായ വികാസത്തിന് ഇത് കഴിച്ചുകൂടാ എന്നറിയാം. മനസ്സിലായില്ല? ഇത് യാദൃച്ഛികമായ സ്വസ്ഥതയുടെ അടിസ്ഥാന തന്തുവാണ്. ഒരുവൻ യാദൃച്ഛിക സ്വസ്ഥനാണെങ്കിൽ അവനൊരു അകവെളിയുണ്ട്.